ഹായ് എവരിബഡി, എല്ലാവർക്കും സുനിൽസ് ലേണിംഗ് വെഞ്ചർ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മൾ എക്സിൽ കുറേ ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓരോ മെനു വൈസ് ആയിട്ടാണ് ഇനി ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫയൽ മെനുവിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഫയൽ മെനുവിലെ എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്ത മെനുവായ ഹോം മെനുവാണ് ഞാൻ ഇനി നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ പല സെക്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിപ്പ് ബോർഡ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, അലൈൻമെൻ്റ് ഉണ്ട്, നമ്പർ, അങ്ങനെ പറയുന്നത്. അത് ഓരോ സെക്ഷനായിട്ട് ഞാൻ സെപ്പറേറ്റ് നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഹോം മെനുവിൽ നമുക്കിവിടെ 5 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന് കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ്, പിന്നെ ഇവിടെ ക്ലിപ്പ് ബോർഡ് അതുണ്ട്. ഇപ്പോൾ കട്ട്, കോപ്പി, പേസ്റ്റ് ഞാൻ നേരത്തെ എൻ്റെ ഒരു ക്ലാസ്സിൽ, അതായത് എൻ്റെ പാർട്ട് 5 ക്ലാസ്സിൽ ഞാനത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് കട്ട്, കോപ്പി, പേസ്റ്റ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഒരു മാറ്റർ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ആ മാറ്റർ വേറെ സ്ഥലങ്ങളിൽ നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കോപ്പിയും പേസ്റ്റ് ഉപയോഗിക്കുന്നത്. കട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യുക. അതാണ് കട്ട്. ആ പേര് പറയുന്ന പോലെ തന്നെ കട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതുപോലെ കോപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഒരു കാർബൺ കോപ്പി എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാകുമ്പോൾ ഇവിടെ കാണാം കട്ടിൻ്റെ അവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ കാണാം നമുക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+X. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പാർട്ട് 5 കട്ട്, കോപ്പി, പേസ്റ്റ് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം എന്താണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ മാറ്റർ ടൈപ്പ് ചെയ്ത് ഒരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ നോക്കിയത് കോപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, പേസ്റ്റ് ആക്ടിവേറ്റഡ് അല്ല. ഏത് ടൈമിലാണോ നമ്മൾ കോപ്പി ക്ലിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈമിലാണോ നമ്മൾ കട്ട് ക്ലിക്ക് ചെയ്യുന്നത്, ആ ടൈമിൽ മാത്രമേ പേസ്റ്റ് ആക്ടിവേറ്റഡ് ആവുള്ളൂ. അപ്പോൾ കോപ്പി ക്ലിക്ക് ചെയ്യുക, കോപ്പിയായി എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് നമ്മൾ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ മാറ്റർ അവിടെ പേസ്റ്റായിട്ട് വന്നോളും. അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതേ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ മാറ്റർ നമ്മൾ ആ സെലക്ഷൻ പോകുന്നു വരെ. ഞാൻ സെലക്ഷൻ കളയാണ്. സെലക്ഷൻ കളഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ആ പേസ്റ്റ് ആക്ടിവേറ്റഡ് അല്ല. കണ്ട, ആ പേസ്റ്റ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ സെലക്ഷൻ കളഞ്ഞു കഴിഞ്ഞാൽ, സെലക്ഷൻ കളഞ്ഞൊന്നെങ്കിൽ എസ്കേപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആ സെലക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടുന്നതല്ല, ആ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെയാണ് കട്ട് എന്നുള്ളത്. അടുത്തപ്പോൾ കോപ്പി മനസ്സിലായല്ലോ. കട്ട് എന്ന് പറഞ്ഞാൽ ആ മാറ്റർ ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പേസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തു നിന്നും കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാണോ പേസ്റ്റ് ചെയ്ത് അവിടെ പേസ്റ്റഡായി. അപ്പോൾ കട്ടും കോപ്പിയും പേസ്റ്റും മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് അതിന് തൊട്ട് താഴെ ഉള്ളത് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക്
ഒരു മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്തു. ആ മാറ്ററിൻ്റെ അകത്ത് എന്തൊക്കെ എഡിഷൻ ആ മാറ്ററിൽ ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ എഡിഷനെല്ലാം നമുക്ക് വേറൊരു മാറ്ററിൽ ആ സെയിം എഡിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു മാറ്റർ ടൈപ്പ് ചെയ്തു, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ മാറ്റർ ടൈപ്പ്. അതിൽ ഞാൻ ഇവിടെ ഒരു ബോൾഡാക്കി, ബോൾഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബോൾഡായി. ഞാൻ കുറച്ച് സൈസ് ഞാൻ കൂട്ടി, ഇനി അതിൻ്റെ ഫോണ്ടിൻ്റെ ടൈപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ടിൻ്റെ ടൈപ്പ് മാറ്റി. ഇനി ആ സെല്ലിന് ഒരു യെല്ലോ കളർ കൊടുത്തു. ആ സെല്ല് ഇത്രയും ആ സെല്ലിലുള്ള. അപ്പോൾ ജസ്റ്റ് മെർജ് ചെയ്യാൻ ഞാൻ മെർജ് ചെയ്ത് ഒറ്റ സെല്ലായിട്ട് അപ്പോൾ ഇത് ചെയ്തു. ഞാൻ അതിൻ്റെ ഫോണ്ടിൻ്റെ കളർ ഞാൻ മാറ്റി, റെഡ് കളറാക്കി ഫോണ്ട്. ഇപ്പം എന്തൊക്കെ ഞാൻ ചെയ്തു, ഇത് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അതിന് കളറ് മാറ്റി, അതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റി, ബോൾഡാക്കി, അതിൻ്റെ ഫോണ്ടിൻ്റെ ടൈപ്പ് മാറ്റി, സൈസ് കൂട്ടി, പിന്നെ കളർ കൊടുത്തു. ആ സെല്ലിന് കളർ കൊടുത്തു. അതുപോലെ തന്നെ ടെക്സ്റ്റിനും കളർ മാറ്റി. ഇനി ഈ ചേഞ്ചസ് നമുക്ക് വേറെ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വേറെ മാറ്ററിലോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആണ് ഈ ഫോർമാറ്റ് പെയിൻറ്ററിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏതിൻ്റെ ചേഞ്ചാണോ നമുക്ക് വേണ്ടത്, ഏതിൻ്റെ ടൈപ്പാണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് സെലക്റ്റഡ്, ആ സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫോർമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മൗസ് പോയിൻ്ററിൻ്റെ ഒപ്പം തന്നെ ഒരു പെയിൻറ്റ് ഒരു ബ്രഷിൻ്റെ സിമ്പിൾ അതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് മാറ്ററിലാണ് ആ ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ട ഓട്ടോമാറ്റിക് നമ്മൾ ഈ ആദ്യം ചെയ്തിരിക്കുന്ന എഡിഷൻസ്, ഈ മാറ്ററിൽ എന്തൊക്കെ എഡിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ആ പെയിൻറ്റർ ഉപയോഗിച്ച് ഏത് മാറ്ററിലാണോ ക്ലിക്ക് ചെയ്തത് അവിടെ ആ ചേഞ്ചസൊക്കെ വന്നോളും. മനസ്സിലായോ? അപ്പോൾ ഞാനൊന്നും കൂടി കാണിച്ചു തരാം. ഈ ചേഞ്ച് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. കണ്ട, അപ്പോൾ അവിടെ ആ മാറ്ററിൻ്റെ അടുത്ത് ഇനി വേറൊരു മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഏതിൻ്റെയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കർസർ കീ പാടില്ല, ഇങ്ങനെ ആ സെൽ സെലക്ഷനായിട്ട് കിട്ടണം. സെൽ സെലക്ഷൻ എടുത്തിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്തിട്ട് ആ മാറ്ററിൻ്റെ കൊടുത്ത് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ എത്ര സെല്ല് ഇവിടെ 1 2 3 4 5 6 7 സെല്ലിലാണ് നമ്മൾ മെർജ് ചെയ്തത്. അതുപോലെ തന്നെ 1 2 3 4 5 6 7 സെല്ലുകൾ ഇവിടെ മെർജ് ചെയ്തിട്ട് എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ എഡിഷൻസ് ഇവിടെ വരുത്തിയിട്ടുണ്ടോ ആ എഡിഷൻസ് മൊത്തം ഇതിൻ്റെ അകത്തും വരും. അതിനാണ് ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, കട്ട് കോപ്പിയും പേസ്റ്റും ഫോർമാറ്റ് പെയിൻറ്റർ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ടൈപ്പ് ചെയ്തിട്ട് ആ ടൈപ്പ് ചെയ്ത മാറ്ററിൽ എന്തെങ്കിലും എഡിഷൻ വരുത്തിയിട്ട് ആ സെയിം എഡിഷൻ തന്നെ വേറെ സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം എഡിഷൻ ചെയ്ത മാറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് മാറ്ററിൻ്റെ മുകളിലാണോ നമുക്ക് ആ എഡിഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചേഞ്ചസ് അവിടെയും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 4 സംഭവം മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കട്ട് കോപ്പി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പോയി കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോപ്പി ചെയ്ത സാധനം നമുക്ക് ആ പറയുന്ന സ്ഥലത്ത് നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്, ആ സെലക്ഷൻ കളയണേക്കാളും മുമ്പ് വരെ. ആ സ്ഥലത്ത് അപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ടാണ് ഈ നമ്മൾ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വരുന്നത്. അത് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് വരുന്നത്. അത് ചെന്ന് ഇരിക്കുന്നത് ഈ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. അതാണ് ഇവിടെ ഒരു ആരോ ഉണ്ട്. ആ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. ഞാനത് ക്ലിയർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കോപ്പി നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു മാറ്റർ ടൈപ്പ് ചെയ്തു. ഇത്രയും മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയോ. ഈ ആപ്പിൾ എന്നുള്ളത് ഞാൻ കോപ്പി ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ആപ്പിൾ എന്നുള്ളത് നമുക്ക് ഈ സെലക്ഷനുള്ള അപ്പോൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. നോക്കിയോ, ഇവിടെ ആപ്പിൾ ക്ലിക്ക് ചെയ്തു, കോപ്പി ചെയ്തു, ഞാനിവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ആപ്പിൾ ഇവിടെ വന്നു. കണ്ട, ഇനി ആ സെലക്ഷനുള്ള സമയം വരെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. കണ്ട, അതാണ് കേസ്. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ ഇവിടെ കിടക്കുന്നുണ്ട് ഈ സംഭവം. ഇനി ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ആ സെലക്ഷൻ കളയുകയാണ്. എന്നാലും സെലക്ഷൻ പോയാലും നമുക്ക് ആ ആപ്പിൾ എന്നുള്ളത് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ക്ലിപ്പ് ബോർഡിലെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആപ്പിൾ ഇത് വരും. കണ്ട, ആപ്പിൾ. അപ്പോൾ നമ്മുടെ സെലക്ഷൻ പോയാലും നമ്മുടെ ആ മാറ്റർ ആ ക്ലിപ്പ് ബോർഡിൻ്റെ അകത്ത് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ ആപ്പിൾ കഴിഞ്ഞ് ഞാനിത് ഓറഞ്ച് കോപ്പി ചെയ്യാണ്. ഓറഞ്ച് കോപ്പി ചെയ്തു. ഓറഞ്ച് കോപ്പി ചെയ്യുമ്പോൾ ഓറഞ്ച് ആ ക്ലിപ്പ് ബോർഡിൽ വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, ആ സെലക്ഷൻ പോകുന്നത് വരെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നമുക്ക് ആ ക്ലിപ്പ് ബോർഡിൽ നിന്ന് നമുക്ക് പേസ്റ്റ് ചെയ്ത സംഭവങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. കണ്ടാ, ഇനി അടുത്തത് ഞാനത് ഈ ഗ്രേപ്സ് ഞാൻ കോപ്പി ചെയ്യാണ്. ഗ്രേപ്സ് കോപ്പി ചെയ്യാൻ ഗ്രേപ്സ് വന്നു. ഇനി ഞാൻ ഈ ജ്യൂസ് എന്നുള്ളത് കോപ്പി ചെയ്യാണ്. ജ്യൂസ് കോപ്പി ചെയ്യാൻ ജ്യൂസും വന്നു. ഇപ്പം ഞാനത് ക്യാൻസൽ ചെയ്യാണ്. സെലക്ഷനൊക്കെ പോയി. ഇനി ഞാൻ നേരത്തെ കോപ്പി ചെയ്ത സംഭവങ്ങൾ അതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ്, ഇപ്പോൾ ഗ്രേപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേപ്സ് ക്ലിക്ക് ചെയ്താൽ ഗ്രേപ്സ് വരും. വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഓറഞ്ചാണ് വേണമെങ്കിൽ ഓറഞ്ച് ക്ലിക്ക് ചെയ്താൽ ഓറഞ്ച് വരും. അങ്ങനെ നമുക്ക് ക്ലിപ്പ് ബോർഡിൽ നിന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സംഭവങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിപ്പ് ബോർഡിൽ ഇവിടെ കാണാം 4/24. അപ്പോൾ 24 മാറ്റേഴ്സ് നമുക്ക് ക്ലിപ്പ് ബോർഡിൻ്റെ അകത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് നിൻ്റെ ഇപ്പോൾ എല്ലാം പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ പേസ്റ്റ് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പേസ്റ്റ് ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേണ്ട ആ ക്ലിപ്പ് ബോർഡിലെല്ലാം പേസ്റ്റഡായി. ഇനി ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിപ്പ് ബോർഡിലുള്ള എല്ലാം, അപ്പോൾ ആ ക്ലിയർ ഓൾ കൊടുക്കുന്നവരെ അല്ലെങ്കിൽ 24 മാറ്റർ കഴിയുന്നത് വരെ ആ ക്ലിപ്പ് ബോർഡിൻ്റെ അകത്ത് കിടക്കും. അപ്പോൾ നമുക്കിത് ക്ലിയർ ചെയ്യാം. അല്ല, ക്ലിയറായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ക്ലിപ്പ് ബോർഡിൽ നിന്ന് നമുക്ക് പേസ്റ്റ് ചെയ്ത സാധനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. കട്ട് കോപ്പി പേസ്റ്റ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലെ പാർട്ട് 5 ഇതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുപോലെയാണ് ഫോർമാറ്റ് പെയിൻറ്റർ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അതുപോലെ ക്ലിപ്പ് ബോർഡ് ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരാത്ത 2 കാര്യങ്ങളും കൂടി ഞാനിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത സെക്ഷനായ ഫോണ്ട് എടുക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഓരോ ക്ലാസ്സിലും ഓരോ സെക്ഷൻ എടുത്തിട്ട് നമുക്ക് എല്ലാം ഒന്നും വിട്ടുപോകാതെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.